ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പീഡാനുഭവത്തിന്റെയും ക്രൂശുമരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഓർമ്മയാചരിക്കുന്ന ദിവസങ്ങളിലേക്ക് നോമ്പാചരണ ചിന്തകളുമായി കടന്നു പോകുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 തിരുവചനങ്ങൾ. വരുന്ന ദുരിതങ്ങൾ എല്ലാം സ്വീകരിക്കുക, ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിന്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. ഇപ്പോൾ നമ്മൾ കടന്നുപോകുന്ന അവസ്ഥകൾ ഏതുമാകട്ടെ, അത് ദൈവം അനുവദിച്ചു തന്നതാണെന്നും നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണെന്നും അറിഞ്ഞ് ദുഃഖങ്ങളും സഹനങ്ങളും ദുരിതങ്ങളും എല്ലാം നാം സ്വീകരിക്കുമ്പോൾ നാം കർത്താവിന് സ്വീകാര്യരായി മാറുന്നു. പിതാവ് നൽകിയ സഹനങ്ങളെ ശാന്തതയോടെ സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പാപപരിഹാരാർത്ഥം സ്വജീവൻ അർപ്പിച്ച് നമ്മെ രക്ഷിച്ച ഈശോയുടെ മനോഭാവം ഈ കാലയളവിൽ നാം വിചിന്തനം ചെയ്യുകയും മാതൃകയാക്കുകയും ചെയ്യേണ്ടതാണ്. അഗ്നിയിൽ ചുട്ടുപഴുത്ത് അഴുക്ക് നീക്കി ശുദ്ധി ചെയ്തെടുത്ത സ്വർണം പോലെ നമ്മുടെ സഹനങ്ങളെ നമ്മുടെ വിശുദ്ധീകരണത്തിനായി കാഴ്ചവെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ തിളക്കമേറിയ അനുഭവങ്ങൾ കാണുവാനായിട്ട് ദൈവം ഇടവരുത്തും. കൈപ്പേറിയ അനുഭവങ്ങൾക്ക് ശേഷം ഉത്ഥാനത്തിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ അവിടുന്ന് നമ്മൾക്ക് അവസരം നൽകും. എക്കാലവും പരീക്ഷണങ്ങളും സഹനങ്ങളും പേര് കടന്നു പോകേണ്ടവർ മാത്രമല്ല, അതിനുശേഷമുള്ള ആനന്ദം അനുഭവിക്കേണ്ടവർ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 12-ാം തിരുവചനങ്ങൾ വായിക്കുന്നു: പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ. എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള ജീവന്റെ കിരീടം അവന് ലഭിക്കും. ആ ജീവന്റെ കിരീടം നേടേണ്ടവരാണ് നാം ഓരോരുത്തരും. ആയതിനാൽ ദൈവം അനുവദിച്ചു തരുന്ന പരീക്ഷകൾ, ദുരിതങ്ങൾ, വേദനകളൊക്കെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. പത്രോസ് ശ്ലീഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു: നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം അല്പകാലത്തെ സഹനത്തിന് ശേഷം നിങ്ങളെ പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. അതെ, ഈ സഹനങ്ങൾക്ക് ശേഷം നിത്യമഹത്വത്തിലേക്ക് കടന്നു ചെല്ലേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ നമ്മൾ കർത്താവിന് സ്വീകാര്യരായി മാറും. ആയതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോകാതെ എപ്പോഴും അവിടത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. തൻ്റെ പീഡാനുഭവവും കുരിശുമരണവും മുന്നിൽ കണ്ട ഈശോ ഗെത്സമനിയിൽ വച്ച് പ്രാർത്ഥിക്കുന്നു: കഴിയുമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് മാറ്റിത്തരണമേ എന്ന്. ഉടനെ അവിടുന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്: എങ്കിലും എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. നമുക്കും ദൈവഹിതം മാത്രം നമ്മുടെ ജീവിതങ്ങളിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറിപ്പോകാതെ ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിക്കും എന്ന് നമുക്ക് തീരുമാനമെടുക്കാം. സഹനങ്ങൾ അനുഗ്രഹങ്ങളാക്കി മാറട്ടെ. വചനത്തിൽ വായിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അതെ, യാതൊന്നിനും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ പറ്റാത്ത വിധം അവിടത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മളിൽ പലർക്കും പലവിധമുള്ള സഹനങ്ങളാവാം ഉണ്ടാവുക. സ്നേഹം ലഭിക്കാതെ വേദനിക്കുന്നവരുണ്ടാവും. രോഗം മൂലം ശരീരത്തിൽ സഹിക്കുന്നവരുണ്ടാവും. കടങ്ങൾ മൂലം വേദനിക്കുന്നവർ, സമാധാനം നഷ്ടപ്പെട്ട് മാനസികമായ വേദന അനുഭവിക്കുന്നവരുണ്ടാവാം. ഏതു വിധത്തിലുള്ള വേദനകളും ഭാരങ്ങളുമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവയെല്ലാം ഈശോയുടെ കുരിശിനോട് ചേർത്ത് വെച്ച് ഈശോയുടെ കരം പിടിച്ച് മുന്നോട്ട് നീങ്ങാം. അപമാനങ്ങൾ, പരിഹാസങ്ങൾ, സഹനങ്ങൾ, നിന്ദനങ്ങളൊക്കെയും ഏറ്റെടുത്ത് ശരീരത്തിൽ വളരെയേറെ സഹിച്ചു കടന്നുപോയ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സഹിക്കുവാനും ക്ഷമിക്കുവാനും ശക്തി തരണമേ എന്ന് യാചിക്കാം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. അവിടുത്തെ ഇഷ്ടം പോലെ നമ്മളെ മെനഞ്ഞുകൊള്ളട്ടെ. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യും പോലെ ഞങ്ങളെ സഹനത്തിൻ്റെ ചൂളയിലിട്ട് ഉരുക്കി വാർത്ത് അങ്ങേക്ക് സ്വീകാര്യരാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശിൻ്റെ ചുവട്ടിലും ശാന്തതയോടെ നിന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈ നോമ്പുകാലം ഫലദായകമായി തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.